ഹലോ വ്യൂവേഴ്സ്. അപ്പോൾ കുറച്ച് ദിവസമായില്ലേ ഞാനിങ്ങനെ കുറച്ച് ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഞാനൊരു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഓഫീസിൽ ഒരു 5:30 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ഒരു 8:30 9 വരെയൊക്കെ ഞാൻ ഈ ഒരു ആയുർവേദിക് സെൻറ്ററിലാണ് പോകുന്നത്. അപ്പോൾ ഇതെവിടെയാണെന്ന് വെച്ചാൽ ഈ ശാസ്തമംഗലം കുറുപ്സ് ലൈനിൽ സ്വാത്തിക എന്ന് പറയുന്നൊരു ആയുർവേദിക് സെൻറ്ററിലാണ് കേട്ടോ ഞാൻ ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോയത്. അപ്പോൾ ഇതൊരു കർക്കിടക ചികിത്സയൊന്നും അല്ലായിരുന്നു. എനിക്കൊരു ആർത്രൈറ്റീസിൻ്റെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അലോപ്പതിയൊക്കെ മടുത്തിട്ട് ഞാൻ അവസാനം ആയുർവേദിക് ട്രീറ്റ്മെൻറ്റിലോട്ട് പോയതാണ്. അപ്പം എൻ്റെ സിസ്റ്റർ ഇവിടെ വന്നിട്ട്, പുള്ളിക്കാരി ഗൾഫിലാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് വർഷത്തിലൊക്കെ ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് റെഫർ ചെയ്തതാണ് ഈ ഒരു പ്ലേസ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഭയങ്കര ലക്ഷറിയസ് അങ്ങനെയൊന്നും അല്ല, ഒരു സാധാരണ ഒരു വീടാണ്. പക്ഷേ ഇവിടുത്തെ ഡോക്ടർ ആയാലും സ്റ്റാഫ്സ് ആയാലും നമുക്ക് വളരെ കംഫർട്ടബിളാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഡോക്ടർ ശാലിനി. അപ്പോൾ മാഡം വളരെ കംഫർട്ടബിൾ ആയിരുന്നു എനിക്ക്. കാരണം എനിക്ക് ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ആദ്യം ഭയങ്കര ഒരു മടിയായിരുന്നു കേട്ടോ. അപ്പം പുള്ളിക്കാരി ആണെങ്കിലും അവിടുത്തെ സ്റ്റാഫ്സ് ആണെങ്കിലും ഒക്കെ നമ്മളെ വളരെ കംഫർട്ടബിളാക്കി. അവരുടെ സർവീസൊക്കെ എക്സെപ്ഷണൽ ആയിരുന്നു. അവിടെ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ നമ്മൾ ഈ ഇൻസ്റ്റയിലും മറ്റ് അഡ്വർടൈസ്മെൻറ്റിലും മറ്റ് സെൻറ്ററിലൊക്കെ കാണുന്ന പോലെയുള്ളൊരു ആർഭാടമായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സെറ്റപ്പ് അല്ല. പക്ഷെ വളരെ നോർമലായിട്ടുള്ള ഒരു വീടാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഹോംലി ഫീലാണ് തോന്നുന്നത് കേട്ടോ. അതുപോലെ വളരെ സേഫാണ്. ലേഡീസിനൊക്കെ ആയാലും ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ഇവിടെ നല്ല സേഫാണ്. അപ്പോൾ ഇതാണ് മഞ്ജിമ, അമ്മു എന്നാണ് ഞാൻ വിളിക്കുന്നത് കേട്ടോ. എനിക്കൊരു സിസ്റ്ററിനെ പോലെ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ഇപ്പോൾ എൻ്റെ ഈ ട്രീറ്റ്മെൻറ്റിനകത്ത് ഈ മുറിവെണ്ണ, അതുപോലെ കർപ്പൂരാതി തൈലം, ഇതൊക്കെ തേച്ചിട്ടുള്ള ഒരു ഇലക്കിഴി, പൊടിക്കിഴി, ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിനുശേഷം നമ്മളൊരു സ്റ്റീം ബാത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തുന്ന ഒരു ടൈം എന്ന് പറയുന്നത് 8:30 9 ഒക്കെ ആവും മിക്കവാറും ദിവസങ്ങളിൽ. അതൊക്കെ കഴിയുമ്പോൾ നല്ല ക്ഷീണം കേട്ടോ. ഒരു വീഡിയോ ഇടാനോ അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ബാക്കിയുള്ള ഒരു കാര്യങ്ങൾക്കും ഉള്ള ഒരു ടൈം ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 21 days ആയിരുന്നു. അപ്പോൾ ആ ടൈമിൽ എനിക്ക് പ്യുവർലി വെജായിട്ടുള്ള ഫുഡായിരുന്നു കഴിക്കാൻ പറ്റുന്നത്. അതുപോലെ ഒത്തിരി കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യായിരുന്നു. പാലിൻ്റെ ഐറ്റംസ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തു. ഈ ആർത്രൈസിൻ്റെ ട്രീറ്റ്മെൻറ്റോടൊപ്പം തന്നെ ഡോക്ടർ എനിക്ക് വെയിറ്റ് ലോസിൻ്റെ ട്രീറ്റ്മെൻറ്റും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മളെ ശ്രദ്ധിക്കാനായിട്ട് നമ്മൾ ഇതുപോലെയൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെയുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ 100% ഈ ഒരു സ്വാത്തിക എന്ന് പറയുന്ന സെൻറ്റർ റെക്കമെൻഡ് ചെയ്യും. കാരണം അത്ര നല്ല സർവീസാണ് നമുക്കിവിടെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരാവേ. ബൈ ബൈ.